ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഹൈദരാബാദിൽ തന്നെ തുടരുകയാണ്. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു സർപ്രൈസാണ്. ഹൈദരാബാദ് കാലടി ജഗദ്ഗുരു ആദി ശങ്കര മഠത്തിന്റെ ഇപ്പോഴത്തെ സാരഥി അദ്ദേഹം KS ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹത്തെ സ്നേഹത്തോടെ എല്ലാവരും ഹൈദരാബാദ് നമ്പൂതിരി എന്ന് വിളിക്കാറുണ്ട്. ഹൈദരാബാദ് നമ്പൂതിരി സ്വാമി ഐക്കൺസ് ഓഫ് ഇന്ത്യയിലെ അതിഥിയായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി, വളരെ സന്തോഷം ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ ഈ മഠത്തിലേക്ക് വരാനും മഠത്തിൻ്റെ അതിഥിയായിട്ട് ഇന്ന് നമുക്ക് കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. മഠത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാം നന്നായിരിക്കട്ടെ, നിങ്ങളെല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് ആദ്യം സ്വാഗതത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർ കുറച്ച് ആത്മീയതയുടെ വഴിക്കോട്ടെ നമ്മുടെ ഇന്നത്തെ പോകുന്നത്. നമുക്ക് ഈ മഠത്തെക്കുറിച്ചും മഠത്തിന്റെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് അറിവുകൾ നമ്മുടെ സ്വാമിയിൽ നിന്നും ചോദിച്ചറിയുന്നു. സ്വാമി, നമുക്ക് ആരംഭിക്കാം. ഈ ഹൈദരാബാദ് കാലടി ജഗദ്ഗുരു ആദിശങ്കര ഈ മഠത്തെക്കുറിച്ച് തന്നെ ആകട്ടെ ആദ്യത്തെ വിശേഷം. ഇതെന്നാണ് തുടങ്ങിയത്, അതിന്റെ വിശേഷങ്ങൾ. ശങ്കരാചാര്യരെ പറ്റി അറിയാത്തവര് ആരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ശങ്കരാചാര്യരാണ് ആദ്യമായിട്ട് അദ്വൈതം എന്ന് പറഞ്ഞ ആള്. അതാണ് ശങ്കരാചാര്യരെ പറ്റി നമുക്ക് കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നില്ല. ജഗദ്ഗുരുവാണ്, ജഗത്തിന്റെ തന്നെ ഗുരുവാണ്. ഭാരതം മുഴുവൻ സഞ്ചരിച്ച് 4 മഠങ്ങൾ അദ്ദേഹം 4 ദിക്കുകളിൽ കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കുമായിട്ട് 4 മഠങ്ങൾ സ്ഥാപിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറയാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവുന്നത്. അദ്ദേഹം ജനിച്ചത് നമ്മുടെ ആലുവക്കടുത്ത കാലടിയിലാണ്. അവിടെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ അഭിമാനവും പുണ്യവും. ഇവിടെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നവരാത്രി കാലത്ത് ഇവിടെ എൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു യാഗം നടക്കുന്നുണ്ടായി. നവദുർഗ യാഗം എന്ന് പറഞ്ഞൊരു 3 ദിവസത്തെ വലിയ പരിപാടിയായിരുന്നു. ആ യാഗം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പല ഗുണങ്ങളും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇങ്ങനൊരു ആലോചന. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ട്രസ്റ്റിൻ്റെ കീഴിൽ ആധ്യാത്മിക കാര്യങ്ങളും ഈ ശങ്കരാചാര്യരുടെ ഐഡിയോളജി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ സംഘടന ട്രസ്റ്റാണത്. അതിൻ്റെ 35ാമത്തെ ബ്രാഞ്ച് എന്നുള്ള രീതിയിലേക്ക് ഒരു ആലോചന ഇവിടെ ഹൈദരാബാദിൽ തുടങ്ങിയ എന്താണ് ഈ പറഞ്ഞ പോലെ ശങ്കരാചാര്യരുടെ അനുഗ്രഹം, ദൈവാനുഗ്രഹം, സുഹൃതം എന്നൊക്കെ പറയാം. ഇവിടെയുള്ള ഈ ഇദ്ദേഹം ശ്രീനിവാസ് റെഡ്ഡി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ലാൻഡ് ലോഡ്, അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്ഥലത്ത് ഉപയോഗിച്ചോളൂ, അതൊരു ഫ്രീ ആയിട്ട് നിങ്ങൾ 5 വർഷം ഉപയോഗിച്ചോളൂ. അയാൾക്ക് 1 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ 1/2 ഏക്കർ, അതിൽ 1/2 ഏക്കർ സ്ഥലം പുള്ളി ഫ്രീ ആയിട്ട് വിട്ടു തന്നു. അത് ഫെബ്രുവരി 25-ാം തീയതി നമ്മൾ തീരുമാനമായി ഭൂമി പൂജ ചെയ്ത് മെയ് 10 ആകുമ്പോഴേക്കും ഏപ്രിൽ 30 ആകുമ്പോഴേക്കും നമുക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്തു. പണി കഴിഞ്ഞ് എല്ലാ പണിയും പെട്ടെന്ന് ഇതെല്ലാം ദൈവത്തിന്റെ ഒരു കൃപ. ഇത് ഈ മഠത്തിന്റെ ഇപ്പോഴത്തെ ഈ നിങ്ങൾ കാണുന്ന ഇത് എന്താന്ന് പറഞ്ഞാല് ശങ്കരാചാര്യർ ജനിച്ച അദ്ദേഹത്തിന്റെ ജന്മഗൃഹത്തിന്റെ മാതൃക, ചെറിയൊരു മാതൃക. ഈ മഠത്തിലെ പൂജ കാര്യങ്ങളൊക്കെ നമ്മള് ശങ്കരാചാര്യരുടെ ഐഡിയോളജി അതിനെ മുന്നോട്ട് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മഠത്തിന്റെ ലക്ഷ്യം, പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതില് നമ്മൾ അതിനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഐഡിയോളജിയെ നമ്മൾ 4 വിഭജിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മഠത്തിന് വാതിൽ പോലുമില്ല. ഇതെല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു മഠമാണ്. അതാണ് ഒന്നാമത്തെ. രണ്ടാമത് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒന്ന് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആധ്യാത്മിക കാര്യങ്ങൾ. രണ്ടാമത് പൂജാതി കാര്യങ്ങൾ, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. മൂന്നാമത് ആചാരങ്ങൾ. പിന്നെ അൾട്ടിമേറ്റ്ലി
ചാരിറ്റി. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ 4 ആക്ടിവിറ്റി. ഈ 4 ആക്ടിവിറ്റി നമ്മൾ ഇവിടെ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം. ജപമണ്ഡപം, പൂജാമണ്ഡപം, കർമ്മമണ്ഡപം, കൃപാമണ്ഡപം. വേറെ നല്ല വിശിഷ്ടാതിഥികളൊക്കെ ഉണ്ടത് ഉണ്ട്. പശു, അതെ, അതെ. കാരണം സ്വാമിക്ക് കൂട്ടായിട്ട് അതെ, അതെ, ഒരു 3-4 പശുക്കളുണ്ടെന്ന് പറഞ്ഞു. പശുക്കളുണ്ട്. ലക്ഷ്മി, അതെ, അവളാണ് ഇവിടുത്തെ അമ്മ. നമുക്ക് നേരിട്ട് പോയിട്ട് കണ്ട് നമുക്ക് എന്തായാലും അതിന്റെ വിശേഷങ്ങൾ അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. പശുവിന്റെ അടുത്തേക്ക് പോവാം. സ്വാമി, അപ്പൊ മഠത്തിലെ അരിമകളായ നമ്മുടെ പശുക്കളുടെ വിശേഷം കൂടി നമുക്കറിയാം. അപ്പൊ എത്ര പശുക്കളുണ്ട് മഠത്തിൽ? നിലവില് 2 പശുവാണ് ഉള്ളത്. 2 പശുക്കളാണ്. അതിന് ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞ 25-ാം തീയതി ഒരെണ്ണം ഒരു കുഞ്ഞു കൂടി വന്നു. ഒരു കുഞ്ഞു കൂടി വന്നു. ഇവള് ലക്ഷ്മി, അത് നന്ദു, ചെറിയവള് സിന്ധു. നന്ദു സിന്ധു. അടിപൊളി. പിന്നെ സ്വാമി, നമ്മൾ ഇവിടെ നാളുകൾക്ക്, അതായത് നാളിനോട് ചേരുന്ന വൃക്ഷം, ആസ്ട്രോളജിക്കലി എല്ലാ നക്ഷത്രങ്ങൾക്കും ഓരോ മരങ്ങള് ഉണ്ട്, വൃക്ഷമുണ്ട്, മൃഗമുണ്ട്, പക്ഷികളുണ്ട്. ഇതിനൊക്കെ കാണുന്നതും പൂജിക്കുന്നതും നമുക്ക് കൂടുതൽ മെന്റൽ സ്ട്രെങ്ത്, ഹെൽത്ത് ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ആ മരങ്ങള് നേരിട്ടൊന്ന് പോയി കാണാം. സ്വാമി, ഇത് കാഞ്ഞിര മരമാണ് അല്ലേ? അശ്വതി നാളുകൾക്കുള്ളതാണ്, നാളുകാർക്കുള്ളതാണ്. അടുത്തത് ഭരണിയാണ്. ഭരണി നാളുകൾക്കുള്ളത് നെല്ലി. കാർത്തിക കത്തിയാണല്ലോ. കാർത്തിക നക്ഷത്രത്തിന് അത്തി എന്നുള്ളത് നമുക്ക് കേട്ടിട്ടുണ്ടാവും. അത്തിപ്പഴം ചെടിയാണ്. രോഹിണിക്ക് ഞാവൽപ്പഴം. തിരുവാതിര നാളുകാർക്ക് കരിമരം. പുണർദം എന്റെ നാളാണ് സ്വാമി, പുണർദം. അപ്പൊ മുളയാണ്. അടുത്തത് പൂയം നക്ഷത്രത്തിന് അരയാലാണ്. മറ്റത് ആയില്യം നക്ഷത്രത്തിന് നാഗകേസരം എന്ന് പറയും. നമ്മൾ നാഗകേസരം. അടുത്തത് പേരാൽ. പിന്നെ പൂര നക്ഷത്രത്തിന് ഇത്തി. ഇതെല്ലാം വൻ മരങ്ങളാണ്, ചെറിയ മരങ്ങളല്ല. അതൊന്നും ചെറിയ ചെടികളല്ല, എല്ലാം മരങ്ങളാവുന്ന വലിയ വൃക്ഷം. അതിലൊക്കെ വലിയ വൃക്ഷങ്ങളാണ് ഇതെല്ലാം. ആദിശങ്കരനെ പ്രകീർത്തിച്ചുകൊണ്ട് 2 വരി. ശങ്കരാചാര്യരെ പറ്റി പറയുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, 4 വരിയാണ് എല്ലാ അർത്ഥമുള്ള 4 വരി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. താങ്ക് യു. ഇന്നത്തെ ഐക്കൺസ് ഓഫ് ഇന്ത്യ എന്ന് ഞാൻ പറയില്ല, റിലീജിയസ് ഐക്കൺ എന്ന പ്രോഗ്രാം ഇവിടെ തീരുകയാണ്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. ഹരിശ്രീ യൂസഫ്.